ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ക്രിയേറ്റിവിറ്റിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും, ഇപ്പോൾ അതായത് ഒരു വീട് വൃത്തിയാക്കുന്ന കാര്യത്തിലായാലും, നമ്മൾ പാചകം ചെയ്യുന്ന കാര്യത്തിലായാലും, മറ്റൊരാളോട് സംസാരിക്കുന്ന ഒരു കാര്യത്തിലാണെങ്കിൽ പോലും അതിൽ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ചെയ്യണം എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു പേടി മാറ്റിവെച്ച് നിങ്ങളുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നേടിത്തരുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ ജോലിയിലും പുതിയ മാറ്റങ്ങൾ, ആശയങ്ങൾ ഇതെല്ലാം കടന്നു വരുന്നൊരു സമയം കൂടിയാണിത്. ഒരു ആത്മവിശ്വാസം തോന്നു തുടങ്ങും എന്നുള്ളതാണ്. അതായത് മറ്റാരെയും അനുകരിക്കാതെ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെയും നമ്മൾ ചെയ്യുന്ന ജോലിയെയും അമിതമായി ഗൗരവത്തോടെ കാണേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗൗരവകരമായ ചിന്തകളാൽ നമ്മൾ മുന്നോട്ട് പോയാൽ അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ പൂട്ടിയിടാനുള്ള സാധ്യതയാണ്. എന്നാൽ മനസ്സ് ശാന്തവും സന്തോഷമുള്ളതുമാകുമ്പോൾ കൂടുതൽ ആശയങ്ങൾ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ഒരു പ്ലേഫുൾനെസ് എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങൾക്ക് നൽകുന്നൊരു മെസ്സേജ്. അതായത് ഇവിടെ നിങ്ങളോട് പറയുന്നത്, നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യാൻ തുടങ്ങുന്നത് അത് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടരുത് എന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്നത് ശരിയാകുമോ, അല്ലെങ്കിൽ അതിൽ ഞാൻ വിജയിക്കുമോ എന്ന ചിന്തകൾ നമ്മൾ മാറ്റി നിർത്തുക. ചെയ്യുന്ന കാര്യത്തിൻ്റെ ആ ഒരു ഫലത്തേക്കാൾ ഉപരി അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യവും അമിതമായിട്ടുള്ള ഭാരത്തോടെയോ അമിതമായിട്ടുള്ള ടെൻഷനോടെയോ ഒന്നും നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്തുമാകട്ടെ, അത് ജോലിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കലയാണെങ്കിലും എന്താണെങ്കിലും, ഇതിപ്പോൾ പഠിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അത് നിങ്ങൾ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ്. ടെൻഷൻ അടിച്ച് ഒരു കാര്യവും ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ നമ്മൾ എത്രമാത്രമാണോ ഓരോ കാര്യങ്ങളും ആസ്വദിച്ച് ചെയ്യുന്നത് അത്രത്തോളം നിങ്ങളുടെ ഏറ്റവും മികച്ച കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ പുതിയതും ക്രിയേറ്റീവായതുമായ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തെളിയുമെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസിലൂടെ കൂടുതൽ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്നുള്ളതാണ്. മാത്രമല്ല അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാനും പണം ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുമുള്ള നല്ല ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുമെന്നും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പുതിയ പ്രോജക്റ്റോ ബിസിനസ്സോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ ഒരു മാറ്റമൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണെന്നും കാണുന്നുണ്ട് ഈ ഒരു സമയം. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഇന്റൻസിറ്റിയാണ്. അപ്പോൾ ഈ ഒരു സമയം പ്രതിസന്ധികളെ ഭയപ്പെടാതെ
നിങ്ങൾക്ക് അതെല്ലാം നേരിടാനുള്ള മനോധൈര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ക്ലാരിറ്റിയൊക്കെ വരുന്നുവെന്ന് കാണുന്നുണ്ട്. മനസ്സിലെ ആശയക്കുഴപ്പങ്ങളൊക്കെ മാറി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് പൂർണ്ണമായ വ്യക്തത തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഒരു ലക്ഷ്യത്തിലേക്ക് കുതിച്ചുയരുന്ന അമ്പ് പോലെ യാതൊരു മടിയോ ആശയക്കുഴപ്പങ്ങളോ ഒന്നുമില്ലാതെ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ് എന്നാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നൊരു മെസ്സേജ്. അപ്പോൾ പാസ്റ്റിനെ കുറിച്ചുള്ള ഓർമ്മകളോ ഭാവി കാലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളോ ഇതൊന്നുമില്ലാതെ പൂർണ്ണമായും ഈ നിമിഷത്തിൽ, അതായത് ഈ ഒരു പ്രസന്റ് മൂമെന്റിൽ നിങ്ങൾ ജീവിക്കണം എന്നാണ്. അങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നൊരു മെസ്സേജ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഏതൊരു കാര്യത്തിലാണോ തികഞ്ഞ ശ്രദ്ധയോടും ഊർജത്തോടും കൂടി പ്രവർത്തിച്ചത് അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മികച്ച വിജയം കൈവരിക്കാൻ ഈ സമയം സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഭാഗ്യത്തിന്റെ ചക്രം നിങ്ങൾക്ക് അനുകൂലമായി തിരിഞ്ഞു വരുന്നൊരു സമയമാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് അർഹമായ ആ ഒരു സമൃദ്ധിയും സഹായവും സന്തുലിതാവസ്ഥയും ഒക്കെ നൽകി അനുഗ്രഹിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ഓർഡിനറീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നാളേക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്ന ശീലം ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതിൽ പൂർണ്ണ സന്തോഷം കണ്ടെത്തണം എന്നുള്ളതാണ്. സന്തോഷം എന്നത് വലിയ വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് ദിനംപ്രതിയുള്ള ജീവിതയാത്രയിലാണ് അതിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളൊരു ചെറിയ പൂവ് വിരിയുന്നതിലോ അല്ലെങ്കിൽ കിളികളുടെ പാട്ടിലോ പ്രകൃതിയിലെ കൊച്ചു കൊച്ചു മാറ്റങ്ങളിലോ ഒക്കെ ആ ഒരു സന്തോഷവും ആ ഒരു സൗന്ദര്യവും ഒക്കെ കണ്ടെത്തണം എന്നുള്ളതാണ്. പിന്നെ ഈ ലോകത്ത് ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണ് അല്ലെങ്കിൽ ഞാൻ വേറിട്ട് നിൽക്കണം എന്നൊരു ചിന്ത നമ്മളിൽ അനാവശ്യമായ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ലളിതമായ ആ ഒരു കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ സെലിബ്രേഷൻസ് ആണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് 3 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സുമായിട്ടോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ടോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമായിട്ടോ ഒക്കെ ഒരു കൂടിച്ചേരൽ ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നൊരു സാഹചര്യം ഇവിടെ നിങ്ങൾക്കായി വരുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഒത്തുചേർന്നുള്ളൊരു യാത്ര ഈ സമയം ഉണ്ടെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി ലെവലുമായിട്ടുള്ള ആൾക്കാരുമായിട്ടൊന്ന് കണക്ട് ചെയ്യാനൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിൽ കുറേ ആൾക്കാർക്ക് നിങ്ങൾ കുറേ കാലം പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാതെ ഒന്ന് ഉൾവലിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സമയം നിങ്ങൾക്കൊന്ന് പുറത്തു പോകണം എന്നൊക്കെ തോന്നും. നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടൊന്ന് ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം വരുന്ന സമയമാണ്. ആ ഒരു അവസ്ഥ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇതിൽ കൂടുതൽ ആൾക്കാർക്കും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത, നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി തരുന്ന ഒരു വാർത്ത ഈ സമയം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ചൊരു വ്യക്തിയിൽ നിന്നും ഒരു ഇമോഷണൽ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായും ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ കുറേ ആൾക്കാർക്കും ഒരു റീയൂണിയൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം ഒക്കെ ഒന്ന് പുറത്തു പോയി എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങളും നിങ്ങളിലേക്ക് എത്തുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു സന്തോഷം ലഭിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന അത്രയും സന്തോഷം ഈ സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ കുറേ ആൾക്കാരും നിങ്ങളുടെ ഫാമിലിയുമായി ചേർന്ന് നിങ്ങൾ സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഇൻറ്റഗ്രേഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറേയധികം ആളുകളും നിങ്ങൾക്ക് മനസ്സ് പറയുന്നത് കേൾക്കണോ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി പറയുന്നത് കേൾക്കണോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാവാം. അത്തരത്തിലൊരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നു എന്നാണ്
ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ബുദ്ധിയും ഹൃദയവും ഒരുമിച്ച് പ്രവർത്തിച്ച് നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണോ ശരി അല്ലെങ്കിൽ അതാണോ ശരി എന്ന ചിന്തയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കി വയ്ക്കാൻ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഒരു പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഒരു കാര്യങ്ങളിലും ശ്രദ്ധയും ഒരു ഊർജവും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഊർജമില്ലായിരുന്നുവെങ്കിൽ ആ ഒരു ശ്രദ്ധയും ഊർജവും ഒക്കെ നിങ്ങൾക്ക് തിരികെ ലഭിച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തതയോടെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ദ ക്രിയേറ്ററാണ്. അപ്പോൾ ഈ ഒരു സമയം ആ ഒരു ഡിവൈൻ പവറുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആകുന്ന ഒരു സമയമാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മണിപൂരക ചക്രം, അതായത് നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്ര, അത് ആക്റ്റീവ് ആകുന്നൊരു എനർജി കാണുന്നുണ്ട്. ഇതിൽ നമ്മുടെ ടെൻഷനും ആ ഒരു ഫ്രസ്ട്രേഷനും, അതായത് ബാഡ് കർമ്മ, ആ ഒരു സ്ട്രെസ്സും എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മുടെ മണിപൂരക ചക്രയിലാണ്. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എല്ലാം ക്ലിയർ ആകണം എന്നുണ്ടെങ്കിൽ ആ ഒരു മണിപൂരക ചക്ര ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചക്ര ക്ലെൻസിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മണിപൂരകത്തിലാണ്, അതായത് സോളാർ പ്ലക്സസിലാണ്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സോളാർ പ്ലക്സസിലൊന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മഞ്ഞയാണ് അതിൻ്റെ നിറം. അപ്പോൾ അത് ഹീൽ ചെയ്ത് എനർജൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ ആ ഒരു ഡിവൈൻ പവറുമായിട്ടുള്ളൊരു ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്തൊരു കണക്ഷൻ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണിത്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ധാരാളം ബ്ലെസ്സിങ്സ് വരുമെന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എല്ലാം നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങളത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ പ്ലേഫുൾനെസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളെ നിഷ്കളങ്കതയോടെ കാണാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളും ആ ഒരു ടെൻഷനും ഒക്കെ മാറ്റി മനസ്സ് വളരെ സന്തോഷമാക്കി വെക്കുവാൻ തീർച്ചയായിട്ടും ഇവിടെ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു സ്ട്രെസ്സിൽ നിന്നും ഒരു ഫ്രീഡം ഒക്കെ ലഭിക്കുന്നു എന്നും കാണുന്നുണ്ട്. ഇത് എനിക്ക് തീർത്തേ പറ്റൂ, അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാണ് എന്ന ചിന്തയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. കാര്യങ്ങളെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനുള്ളൊരു ഊർജം ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുമെന്നും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കോൺഷ്യസ്നെസ് ആണ്. ഇതിൽ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ, അല്ലെങ്കിൽ മറ്റാളുകളുടെ അഭിപ്രായങ്ങൾക്ക് അടിമപ്പെടാതെ നിങ്ങളുടെ സ്വന്തം ആന്തരിക ശബ്ദവും വിവേകവും ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തുത്തരമാണോ തീർച്ചയായിട്ടും ഈ ഒരു സമയം തേടുന്നത്, എന്തുത്തരമാണോ നിങ്ങൾക്ക് വേണ്ടിയത്, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ വളരെ ക്ലാരിറ്റിയോടെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങളെ അലട്ടിയിരുന്ന സംശയങ്ങളൊക്കെ മാറി ഇനി മുന്നോട്ട് പോകാൻ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് പൂർണ്ണമായ വ്യക്തത തീർച്ചയായിട്ടും ലഭിക്കും. പുറത്ത് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഉള്ളിൽ ഒരു ബുദ്ധന്റെ ശാന്തത പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആത്മീകവും അതുപോലെ മാനസികവുമായിട്ടുള്ള ആ ഒരു വളർച്ച ഈ ഒരു സമയം നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. അത്തരത്തിൽ വലിയൊരു വെളിച്ചത്തിലേക്കും ആ ഒരു ശാന്തതയിലേക്കും എത്തുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു ഘട്ടത്തിലാണ് നിങ്ങളെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മെഡിറ്റേഷൻ, പ്രാണായാമം ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും എന്നൊരു മെസ്സേജ് ഉണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ തെളിച്ചമുള്ളതാക്കും ഇത്. അതുപോലെ തന്നെ ഈ ഒരു സമയം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ശരിയായ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും പെട്ടെന്ന് നിങ്ങൾ അവിടെ പ്രകോപിതരാകാതെ ശാന്തമായിട്ട് പ്രതികരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിനെ എപ്പോഴും സമാധാനമാക്കി വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും
ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും പുതിയ തുടക്കങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു തടസ്സങ്ങളൊക്കെ മാറി പുതിയ അവസരങ്ങളും ഒരു പോസിറ്റീവ് എനർജിയും എല്ലാം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഒരു ഗ്രോത്താണ്. നിങ്ങളുടെ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങാതിരുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു അവസ്ഥയൊക്കെ മാറി വേഗത്തിലുള്ള മാറ്റങ്ങളും പുരോഗതിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത് ചിലപ്പോൾ നിങ്ങളുടെ തൊഴിലിൽ തടസ്സങ്ങൾ മാറുന്നതാകാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിട്ടുവെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാകുന്നതാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാണ്. തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് ചില വഴികൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ മാറി തുടങ്ങുന്നു എന്നാണ്. ഒരുപക്ഷെ ഒരുപാട് കാലങ്ങളായി എന്തെങ്കിലും കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനൊക്കെ കഴിയാതെ നിങ്ങൾ ഒരുപാട് കുഴപ്പത്തിലായിരുന്നുവെങ്കിൽ അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുമെന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് വിസ വരുന്നതാകാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനുമതികൾക്കായി കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായൊരു വിധി വരുന്നതാകാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാനുള്ള ആ ഒരു പൈസയൊക്കെ നിങ്ങളിലേക്ക് വരുന്നൊരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങളുടെ കടബാധ്യതകൾ മൂലമുള്ള തടസ്സങ്ങൾ ഇതൊക്കെ മാറി തുടങ്ങും. അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള തടസ്സങ്ങൾ, ഇതിലെല്ലാം ഒരു വലിയ മാറ്റം വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലാണോ ഒരു ഗ്രോത്ത് ഇല്ലാതെ നിന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ഏതൊരു കാര്യമാണോ നിങ്ങളെ വളരാൻ അനുവദിക്കാതെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഒരു ട്രാപ്പിലാക്കി ഇട്ടിരുന്നത് എങ്കിൽ ആ തടസ്സങ്ങളുടെ ചക്രം തിരിഞ്ഞു തുടങ്ങി എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ പഴയ വേണ്ടാത്ത കാര്യങ്ങളെ ഉപേക്ഷിച്ച്, അത് ചിലപ്പോൾ ചില വ്യക്തികളുടെ ഓർമ്മകളാകാം, ചില നമുക്കൊരുപാട് വേദനകൾ നൽകിയ ചില സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഓർമ്മകളാകാം, വിഷമങ്ങളാകാം, എന്താണെങ്കിൽ പോലും ഇതെല്ലാം ഉപേക്ഷിച്ച് പുതിയ മാറ്റങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ തയ്യാറാവണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് എന്നെന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ തയ്യാറായി നിൽക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു എനർജി എക്സ്ചേഞ്ച് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സഹായം നിങ്ങളിലേക്ക് തന്നെ വരുമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഏതെങ്കിലും ആൾക്കാർ ഒരുപാട് വിഷമിച്ചിരുന്നപ്പോൾ നിങ്ങൾ അവരെ ആശ്വസിപ്പിച്ചതായിരിക്കാം. ചിലപ്പോൾ ഫിനാൻഷ്യലായിട്ട് നിങ്ങൾ ആരെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തതാവാം, അല്ലെങ്കിൽ ഒന്ന് യാത്ര ചെയ്യാനൊക്കെ സഹായിച്ചതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരു ഗൈഡൻസ് കൊടുത്തതായിരിക്കാം. അപ്പോൾ അത് എന്ത് തന്നെ ആയാലും തീർച്ചയായിട്ടും ഈ ഒരു സമയം അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ തിരിച്ച് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ആ ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുമെന്നും കാണുന്നുണ്ട്. അതുപോലെ പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് തുറക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു പ്രമോഷൻ ലഭിക്കുന്നതാവാം, അപ്രതീക്ഷിതമായിട്ടൊരു ധനലാഭം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാകാം. അപ്പോൾ എന്താണെങ്കിൽ പോലും നിങ്ങളിലേക്ക് സാമ്പത്തികപരമായിട്ടുള്ളൊരു പുരോഗതി തീർച്ചയായിട്ടും ഈ ഒരു സമയം എത്തുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന കാര്യത്തിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങുന്ന ഒരു എനർജിയാണ്. ഒരു ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങുന്ന ഒരു സമയമാണിത്. പിന്നെ നിങ്ങൾ കുറച്ചുകൂടി അതൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടായിരിക്കാം. കുറേ ആൾക്കാർ ഒരു യാത്ര പോകുന്ന എനർജി കാണുന്നുണ്ട്. അതായത് പൈസ സംബന്ധമായിട്ട് ഒരു യാത്ര നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ ഈ ഒരു സമയം അച്ചീവ് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ ഇവിടെ കാണുന്നു എന്നുള്ളതാണ്. നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. നമ്മുടെ ബാധ്യതകളൊക്കെ മാറാനും, അല്ലെങ്കിൽ നമുക്ക് നല്ല വീടുണ്ടാക്കാൻ പറ്റും, നമുക്ക് ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു ഏറ്റവും നല്ല വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റും, ഏറ്റവും നല്ല ജോലി നമുക്ക് കിട്ടും, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണുക, നന്മ ചെയ്യാൻ ശ്രമിക്കുക.
ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ഇവിടെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തീർച്ചയായിട്ടും വരുന്നുണ്ട്. നിങ്ങളെ അബൻഡൻസിലേക്ക് നയിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് നിങ്ങളെ വലിയ രീതിയിലുള്ള ഒരു സക്സസിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് പൈസ വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ സമയത്തെ നിങ്ങളുടെ ആ ഒരു മണി എനർജി അത് വളരെ ഹൈ വൈബ്രേഷനിൽ ആയിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജി വളരെ ഹൈ ആയിരിക്കും. അതിനാൽ തന്നെ പൈസ നിങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വരാം. നിങ്ങളെ നേരത്തെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങൾക്ക് പൈസ നൽകുന്നതാവാം. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും നല്ലൊരു എമൗണ്ട് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങാൻ പോകുന്നതായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇത് കുറേ ആൾക്കാർക്കും ഒരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ജോലി ചെയ്ത സ്ഥലത്തേക്ക് പോകുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ട്രാവലാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾ സ്വയം ഡ്രൈവ് ചെയ്ത് പോകുന്ന സാഹചര്യമാണ് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷത്തിൽ പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ പുതിയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ പഴയ സുഹൃത്തോ അല്ലെങ്കിൽ ബന്ധുവോ അല്ലെങ്കിൽ പഴയ പ്രണയമോ അതൊക്കെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല അപ്രതീക്ഷിതമായിട്ട് ചിലരിൽ നിന്ന് ചില സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി തയ്യാറായി ആരെങ്കിലും വരുന്നതുമാകാം. ഇത് പണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ അത് ഒരുപക്ഷെ ആഗ്രഹങ്ങളായി മാത്രം നിന്നിരുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ സർഗാത്മക കഴിവുകൾ വീണ്ടും പൊടിതട്ടിയെടുത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ അവസരങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം എന്തെന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കിവിടെ കാണാൻ അല്ലെങ്കിൽ അവരിൽ നിന്നൊരു മെസ്സേജ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ്റെ സാധ്യത തന്നെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പാസ്റ്റിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് സന്തോഷങ്ങൾ ഈ ഒരു സമയം വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് ചില വ്യക്തികളായിട്ടാവാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളായിട്ടാവാം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് വളരെ സമാധാനമായിട്ട് നിങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു തീർക്കുന്ന ഒരു സമയമാണെന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, പാസ്റ്റിൽ നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ നിങ്ങൾ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് കാണാൻ ഈ ഒരു സമയം ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവരോട് കൃത്യമായിട്ടുള്ള ആ ഒരു നീതി പുലർത്താൻ നിങ്ങളിവിടെ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നി തുടങ്ങുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കറിയാം ആർക്കൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ബോധമുണ്ട്. പക്ഷേ നിങ്ങളത് ഓവറായിട്ട് ഇവിടെ എക്സ്പ്രസീവ് ആകുന്നുമില്ല എന്നുള്ളതാണ്. ഇതിൽ എക്സ്പ്രഷൻ കുറച്ച് കുറവായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം, നിങ്ങളിൽ നിന്ന് ആളുകൾ ഗൈഡൻസ് എടുക്കുന്നതാവാം. ഇവിടെ നിങ്ങളെ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി മറ്റുള്ളവർ കാണുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജിയാണിത്. മാത്രമല്ല മറ്റുള്ള ആളുകൾ എന്തു പറഞ്ഞാലും അതിലൊന്നും ഒരു കാര്യങ്ങളും ഇല്ല എന്നൊരു തോന്നലൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നി തുടങ്ങും. അപ്പോൾ ഇതെൻ്റെ കർമ്മയാണ്, അത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം വിചാരിച്ച്
നിങ്ങളിവിടെ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഈ ഒരു സമയം ശാന്തമായിട്ടിരിക്കേണ്ട ഒരു സമയമാണെന്നാണ്. അതായത് പുറത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം നിങ്ങൾക്ക് ശാന്തമായിട്ടിരിക്കാൻ തീർച്ചയായിട്ടും പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റി ഈ സമയം നിങ്ങൾക്ക് വളരെ കൂളായിട്ടിരിക്കാൻ പറ്റും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഇമോഷണൽ മെച്യൂരിറ്റി ആവശ്യമാണ്. നമുക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരാം, പക്ഷേ നമ്മളതിനെ നിരീക്ഷിക്കുക. ഇപ്പോൾ ഈ ഒരു ദേഷ്യപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ നിരാശപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നിങ്ങൾ സ്വയം ഒന്ന് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് സമയം അനുകൂലമാണ് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.